കുർബാന ഏകീകരണ വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ബിഷപ്പ് ഹൌസിനുള്ളിൽ സിനഡ് കുർബാന അനുകൂലികൾ പ്രതിഷേധിക്കുകയാണ്. സിനഡ് കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. കുർബാന ഏകീകരണ തർക്കത്തിൽ വത്തിക്കാൻ ഇടപെടൽ ഉടനുണ്ടാകും. ഏതൊക്കെ പള്ളികൾ ഏകീകൃത കുർബാന അർപ്പിച്ചു എന്നുള്ള റിപ്പോർട്ട് അതിരൂപത വത്തിക്കാൻ പ്രതിനിധിക്ക് കൈമാറി. ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കണമെന്നും ഒരു വിഭാഗം വൈദികരുടെ പിന്തുണയോടെ കുർബാന തടസ്സപ്പെടുത്തുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നാലഞ്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് പിതാവിനെ കണ്ടത്. പിതാവിനോട് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ കൃത്യമായി നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ നമ്മൾ ഇവിടെ കുലിയയ്ക്ക് പിതാവിന് നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്. അതുവരെ നമ്മളുണ്ടാവുന്ന അതുവരെയല്ല, 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകണം. കുലിയയിൽ ഒരു അംഗമായ ആന്റണി പെരുമായൻ അച്ഛൻ കൊച്ചാൽ പള്ളിയില് അവിടെ പോയി സഭയുടെ കുർബാന അർപ്പിക്കുന്നതിന് പകരം ഇല്ലിസിറ്റായ സഭ നിരോധിച്ച കുർബാന അർപ്പിച്ചു. ആന്റണി പെരുമായൻ അച്ഛനെ അന്വേഷണ വിധേയമായിട്ട് 1 മണിക്കൂറിനകത്ത് സസ്പെൻഡ് ചെയ്ത വൈറ്റൽ ഡോക്യുമെന്റ്സ് വേണമെന്ന് നമ്മൾ ആവശ്യം, വെറുതെ പറഞ്ഞാൽ പോരാ, വൈറ്റൽ ഡോക്യുമെന്റ്സ് രൂപത ഇറക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതില്ലാതെ നമ്മൾ പുറത്തു പോകില്ല. രണ്ടാമത്, ഇവിടെ കുറെ നാളായിട്ട് 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിരൂപത വൈദിക തൊഴിലാളി യൂണിയൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ കൗൺസിലൂടെ ട്രേഡ് യൂണിയൻ നിലവിലുണ്ട്, വൈദിക സമിതിയുണ്ട്, പാസ്റ്റർ കൗൺസിലും ഉണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല എന്ന് പിതാവ് തന്നെ ഡോക്യുമെന്റ് ആയിട്ട് അറിയിക്കണമെന്ന് പറഞ്ഞു. പിതാവ് മോളി വെച്ച് സംസാരിച്ച് പറഞ്ഞു അങ്ങനെ ഒരു സമിതി നിലവിലില്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് വാമൊഴിയായിട്ട് നമുക്ക് കെട്ടിയിട്ട് കാര്യമില്ല. വൈദിക സമിതി ഇല്ല എന്ന് പിതാവ് പറഞ്ഞത് ഡോക്യുമെന്റ് ആയിട്ട് ഇറക്കണം. പാസ്റ്റർ സെക്രട്ടറി എന്ന പേരിൽ ഒരു PP ജെറാർഡ് ഇവിടെ അതിരൂപതി AMTയുടെ ഒരു ഗുണ്ട നേതാവാണ്. അദ്ദേഹമാണ് എല്ലാ പള്ളികളിലും വിമത വൈദികരെയും വിമത ഗുണ്ടകളെയും അണിനിർത്തിക്കൊണ്ട് വൈദികരെ പീഡിപ്പിക്കുന്ന പരിപാടി ആരംഭിച്ചത്. അതുകൊണ്ട് ഷൈജു ആന്റണി, PP ജെറാർഡ്, ജെമി അഗസ്റ്റിൻ, അങ്ങനെ തങ്കച്ചി പേരുകൾ നിരവധി ആൾക്കാരുണ്ട്, റിജു കാഞ്ഞൂക്കാരൻ. ഇത്തരത്തിലുള്ള അൽമായ ഗുണ്ടകളെ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട നടപടികളിലേക്ക് വരെ സഭ തീരുമാനം എടുക്കണമെന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെല്ലിശ്ശേരി അച്ഛന്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജിമ്മി സംസാരിക്കും. ഡാനി ഇപ്പോൾ ചേരുന്ന വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു മുൾമുടിയെ മാറുകയാണല്ലോ ഈ കുർബാന ഏകീകരണത്തിലെ ഈ തർക്കം. ഇത് പ്രശ്നപരിഹാര സാധ്യതയില്ലേ? വത്തിക്കാൻ പ്രതിനിധി ഇടപെട്ടിട്ടും എന്താണ് ഇങ്ങനെ നീണ്ടുപോകുന്നത്? എൽദോ, കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന തർക്കം അതെപ്പോഴും പരിഹരിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ്. ക്രിസ്തുമസ് മുതൽ ആ ദിവസം മുതൽ പിന്നീട് പൂർണ്ണമായും തന്നെയും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നതായിരുന്നു വത്തിക്കാൻ നിർദ്ദേശം. അതിന് ഒരു ബദൽ വെച്ചത് ക്രിസ്മസ് ദിനത്തിൽ ഒരു കുർബാന അർപ്പിക്കാമെന്നതായിരുന്നു. അതിനുശേഷം ആ രീതിയിലേക്ക് കുർബാന പോകാൻ പിന്നീട് അനുവദിക്കില്ല എന്ന രീതിയിലായിരുന്നു വൈദികരുൾപ്പെടെയുള്ള ഒരു വിശ്വാസികൾ പ്രഖ്യാപനം നടത്തിയത്. ഏതാണ്ട് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് പ്രത്യക്ഷമായിട്ട് തന്നെ സിനഡ് കുർബാനയെ അംഗീകരിക്കുന്നവർ വലിയ രീതിയിലേക്ക് പ്രതിഷേധത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. നേരത്തെ അവരുടെ ശബ്ദം അത്ര കണ്ട ഉയർന്നിരുന്നില്ല. ഇപ്പോൾ കുറെ കൂടി ആ ശബ്ദത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങൾക്ക് ഈ രീതിയിലുള്ളൊരു കുർബാന ഏകീകരണമാണ് നടപ്പാക്കേണ്ടത്, അതിൽ ഒരു വിട്ടുവീഴ്ചയും തങ്ങളും തയ്യാറല്ല എന്ന നിലപാടിലേക്ക് ഇവരും വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായ ആർച്ച് ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഇപ്പോൾ സിനഡ് കുർബാനയെ അംഗീകരിക്കുന്നവരുടെ ഒരു പ്രതിഷേധം നടക്കുകയാണ്. നേരത്തെ ഈ രീതിയിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് അവർ ഒരിക്കലും കടന്നു വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തങ്ങൾ അതിന് നിർബന്ധിതരായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ അഡ്മിനിസ്ട്രേറ്ററായ ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെ കാണുകയും തങ്ങളുടെ ആവശ്യം പറയുകയും ചെയ്തു. സിനഡ് കുർബാന അർപ്പിച്ച വൈദികർക്കെതിരെ പലയിടത്തും പ്രതിഷേധങ്ങളുണ്ടാകുന്നു, കയ്യേറ്റങ്ങളുണ്ടാകുന്നു. ഒരു വിഭാഗം വൈദികരുടെ പിന്തുണ അതിനുണ്ട്. ആസൂത്രിതമായി ഇങ്ങനെ നീങ്ങുകയും ചെയ്യുന്നു. അവർക്കെതിരെ കർശനമായ നടപടി വേണം. അതോടൊപ്പം നേരത്തെ സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഇവിടെ വികാരി ജനറലായിരുന്ന ആന്റണി പെരുമായൻ, അദ്ദേഹം ഇവിടെ ആർച്ച് ബിഷപ്പ് ഹൗസിലാണ്. അദ്ദേഹം ഒരു കുർബാന അർപ്പിക്കുകയും ജനാഭിമുഖ കുർബാന തന്നെ അദ്ദേഹം തുടരുകയും ചെയ്തു. അദ്ദേഹം
അദ്ദേഹം നേരത്തെ ഉറപ്പ് നൽകിയതാണ്, കൊരിയ അംഗമാണ്, ഉറപ്പ് നൽകി. ആ ഉറപ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് പിന്നീട് കുർബാനാർപ്പണം നടത്തിയത്. വത്തിക്കാനെ നേരിട്ട് ധിക്കരിക്കുന്ന ഒരു നടപടിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം തുടരുന്നത്. 1 മണിക്കൂറിനുള്ളിൽ തങ്ങൾക്ക് ആ രീതിയിലുള്ള ഉറപ്പ് ലഭിക്കണം, അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനഡ് കുർബാനയെ അർപ്പിക്കുന്ന, സിനഡ് കുർബാന വേണം എന്ന് പറയുന്നവർ പരസ്യമായിട്ട് തന്നെ പ്രതിഷേധം കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു. സഭ മുൻപെങ്ങുമില്ലാത്ത രീതിയിലേക്ക് അത്തരം ഒരു പ്രതിഷേധങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. വത്തിക്കാൻ നടപടി ഉടനുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം വത്തിക്കാൻ ഇത് സംബന്ധിച്ച് ഏകീകൃത കുർബാന അർപ്പിച്ച എത്ര സ്ഥലങ്ങളുണ്ട് എന്നതടക്കമുള്ള വിശദാംശങ്ങളടക്കം ഫെറോന വികാരിമാരിൽ നിന്നടക്കം തേടിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും കണക്കുകളും എല്ലാം തന്നെയും സഭാ നേതൃത്വത്തിൽ നിന്ന് അത് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഉള്ളിൽ തന്നെ വത്തിക്കാൻ പ്രതിനിധിയായി ഇവിടെ എത്തുകയും വിശദാംശങ്ങൾ അന്വേഷിക്കുകയും എല്ലാം തന്നെ ചെയ്ത ആർച്ച് ബിഷപ്പ് സിറിൽ വാസൽ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും. സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ സാഹചര്യങ്ങൾ അദ്ദേഹം ധരിപ്പിക്കും. വൈകാതെ ഇത്തരമൊരു കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാകും, പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും കുർബാന ഏകീകരണ വിഷയത്തിൽ ഇപ്പോഴും സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം തുടരുകയാണ്. ശരി ഡാനി.